ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമുക്കിന്ന് ചെറിയൊരു പ്രാക്ടീസ് ചെയ്യാം. അധികം വലിയ പ്രയാസമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് സെഷനാണ് കേട്ടോ ഇന്ന്. ഞാൻ പറഞ്ഞു തരുന്ന പാട്ടുകളൊക്കെ നിങ്ങൾ പഠിക്കാറില്ലേ? എല്ലാം നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇന്ന് നമുക്ക് സ്വരങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. എന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ നന്നായിട്ട് പാടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രാക്ടീസ് സെഷൻസ് നമ്മളെ ചാനലിലുണ്ട്. ഓരോ വീഡിയോ എടുത്തിട്ട് ഓരോ ദിവസവും നന്നായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. എന്തായാലും നമ്മൾ സരിഗമ പദനിസ വളരെ കൃത്യമായിട്ട് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്തസ്വരങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാലേ നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കിക്കേ, അതായത് ഒരു സ്വരം തന്നെ നമ്മൾ 3-4 തവണ പാടി നോക്കണം. അതായത് നമ്മൾ ചില സമയത്ത് 3 സ്വരങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. 2 സ്വരങ്ങൾ ഒരേപോലെ പാടും, അടുത്ത സ്വരം പാടുമ്പോൾ അങ്ങോട്ടേക്കോ മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ മാറിപ്പോവാൻ പാടില്ല. സാ തന്നെ പാടുകയാണെങ്കിൽ സാ നമ്മൾ 10 പ്രാവശ്യം പാടിയാലും ഒരേപോലെ തന്നെ പോകണം കേട്ടോ. അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ ചില ഇത് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അതായത് സാ 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 ഇങ്ങനെ നമ്മൾ സാ എത്ര പ്രാവശ്യം പറഞ്ഞാലും അതുപോലെ തന്നെ നിൽക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ടും മാറാൻ പാടില്ല. ആ സാ എന്നുള്ള സ്വരം അതുപോലെ തന്നെയാണ് മറ്റുള്ള സ്വരങ്ങളും എങ്ങോട്ടേക്കും മാറാൻ പാടില്ല. അപ്പം അതേപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക്. ഞാനിപ്പോൾ സാ 3 തവണ, രീ 3 തവണ, ഗ 3 തവണ, അങ്ങനെ ഓരോ സ്വരങ്ങളും 3 തവണ വെച്ചിട്ടാണ് പാടുന്നത്. 3 പ്രാവശ്യം വെച്ചിട്ടാണ് പാടുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും പാടി നോക്കണം. 3-ാമത്തെ സാ മാറിപ്പോകരുത്, അതേപോലെ 3-ാമത്തെ രീ മാറിപ്പോകരുത്, അതൊന്നും മാറിപ്പോകരുത്. എത്ര നമ്മൾ പാടുന്നോ അത്രയും നല്ലതാണ്. അതുകൊണ്ട് ഓരോ സ്വരങ്ങളും ശ്രദ്ധിച്ച് പാടാം കേട്ടോ. നോക്കൂ, സാ 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 രീ 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 ഗ ഗ ഗ മാ 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 പാ 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 ധ ധ ധ നീ 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 സാ 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 നീ 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 ധ ധ ധ പാ 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 മാ 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 ഗ ഗ ഗ രീ 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 സാ സാ സാ. കണ്ടോ, എല്ലാ സ്വരങ്ങളും പാടുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് പോകണം. ഈ സ്വരം 3 പ്രാവശ്യം എന്നുള്ളത് 4 പ്രാവശ്യം ആയാലും അതുപോലെ തന്നെ പാടണം. അതായത് സാ 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 രീ 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 ഗ ഗ ഗ ഗ മാ 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 പാ 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 ധ ധ ധ ധ നീ 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 സാ 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 നീ 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 ധ ധ ധ ധ പാ 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 മാ 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 ഗ ഗ ഗ ഗ രീ 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 സാ 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 സാ. ഇങ്ങനെ. അതുപോലെ തന്നെ അവിടെ ശ്വാസം നമ്മളൊന്ന് കൺട്രോൾ ചെയ്തിട്ട് പാടുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മൂക്കിലൂടെ ശ്വാസം വലിച്ചെടുക്കുക, എന്നിട്ട് വായിലൂടെ അത് പതുക്കെ പുറത്തേക്ക് വിടണം കേട്ടോ. അത് നല്ലൊരു എക്സസൈസും കൂടിയാണ്. സാ 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 രീ 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 ഗ ഗ ഗ ഗ മാ 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 പാ 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 ധ ധ ധ ധ നീ 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 സാ 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 സാ. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ശ്വാസം മേലോട്ട് വലിക്കുന്നു. സാ 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 നീ 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 ധ ധ ധ ധ പാ 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 മാ 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 ഗ ഗ ഗ ഗ രീ 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 സാ 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 എന്ന് പാടണം കേട്ടോ. അപ്പം നമുക്ക് കുറച്ചും കൂടി ശ്വാസം കൺട്രോൾ ചെയ്തിട്ട് പാടാൻ പറ്റും. അതുപോലെ നമ്മൾ ഇതൊരു നല്ല എക്സസൈസാണ്. അതായത് മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുത്തിട്ട് വായിലൂടെ നമ്മൾ വിടുന്നില്ലേ, ഈ സംഭവം അത് സ്വരങ്ങളായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അതാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലേ, അടുത്തത് നോക്കിക്കേ, സാ സാ രീ സാ 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 രീ സാ. അതായത് സാ സാ കഴിഞ്ഞിട്ട് തൊട്ട് മുകളിലുള്ള രീ പാടിയിട്ട് വീണ്ടും നമ്മൾ സായിലേക്ക് തിരിച്ചു വരികയാണ്. സാ സാ രീ സാ. ഓക്കെ, ഇനി സാ സാ രീ ഗ സാ രീ ഗ വരെ പോയിട്ട് വീണ്ടും സായിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം നിങ്ങൾ കൺട്രോൾ ചെയ്യണം. മുകളിലേക്ക് പോവാതെ സായിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായത് സാ സാ രീ സാ 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 രീ ഗ സാ 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 രീ ഗ മാ സാ
sa sa re ga ma pa sa 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 re ga ma pa dha sa. അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അതേപോലെ സാ 2 പ്രാവശ്യം പാടുന്നുണ്ട്, അതറിയാതെ രീതിയിലേക്ക് പോകരുത്. സാ സാ രണ്ടും ഒരേപോലെ പാടണം. സാ സാ രീ സാ. ഒന്നുകൂടെ ഞാനത് പാടിത്തരാണ് കേട്ടോ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യൂ. സാ സാ രീ സാ 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 രീ ഗ സാ 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 രീ ഗ മ സാ 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 രീ ഗ മ പ സാ 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 രീ ഗ മ പ ധ സാ 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 രീ ഗ മ പ ധ നി സാ. കേട്ടോ? അതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അതായത് നിങ്ങൾക്ക് ആ ഒരു കൺട്രോളിങ് പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞു തന്നത്. അതായത് നീന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സായിലേക്ക് കയറിപ്പോകും. അങ്ങനെ പോകാതെ ഈ താഴെയുള്ള സായിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അതാണ്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ അല്ലേ? അതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടാണ് ഇനി പാടേണ്ടത്. സാ സാ രി സാ 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 രി ഗ സാ 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 രി ഗ മ സാ 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 രി ഗ മ പ സാ 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 രി ഗ മ പ ധ സാ 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 രി ഗ മ പ ധ നി സാ. ഇങ്ങനെ വരും കേട്ടോ. പിന്നെ മുൻപ് ഞാനൊരു കുറച്ച് സ്വരങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് സരി സരി ഗ രി ഗ രി ഗ മ ഗ മ ഗ മ പ മ പ മ പ ധ പദ പദ നി ധനി ധനി സ സനി സനി ധ നി ധനി ധ പ ധ പ ധ പ മ പ മ ഗ മ ഗ രി ഗ രി സ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കിട്ടാത്തവർക്ക് ഒന്നുകൂടെ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചുകൂടെ കൂട്ടിയിട്ടാണ് ഇനി പാടുന്നത്. ഓക്കെ, നോക്കൂ. ഇപ്പം നമ്മൾ പാടിയത് സരി സരി ഗ എന്നാണ്. അതിൻ്റെ കൂടെ ഒരു സരി കൂടെ കൂട്ടുന്നു. അപ്പോൾ സരി 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 ഗ എന്നാവും. അതേപോലെ രിഗ രിഗമ എന്നുള്ളത് ഒരു രിഗ കൂടെ കൂട്ടുന്നു. രിഗ രിഗ രിഗമ എല്ലാം ഒന്നുകൂടി എക്സ്ട്രാ നമ്മൾ കൂട്ടിയിട്ടാണ് ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നോക്കിക്കേ. സരി 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 ഗ രിഗ രിഗ രിഗമ ഗമ 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 പ മ പ മ പദ 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 നി ധനി 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 സ സനി 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 ധ നി ധനി ധനി ധ പ ധ പ ധ പ ധ പ മ പ മ ഗ മ ഗ രി ഗ രി സ എന്ന്. അപ്പോൾ എക്സ്ട്രാ ഒന്നുകൂടെ നമ്മൾ കൂട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി അത് നമുക്ക് കുറച്ച് സ്പീഡാക്കി നോക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് പതുക്കെ വിട്ടുകൊടുക്കാം. സരി 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 ഗ രി ഗ മ ഗമ 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 പ മ പദ 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 നി ധനി 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 സ സനി 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 ധനി 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 ധ പ ധ പദ പദ പ മ ഗ ഗ രി സ. ഇങ്ങനെ പാടാം. നമുക്കൊരു ശ്വാസമൊക്കെ എടുത്തിട്ട് അതിനിടയിൽ ഒരു ശ്വാസമൊക്കെ നമുക്ക് എടുത്തിട്ട് അങ്ങനെ പാടി നോക്കാം. ഇനി തീരെ നമുക്ക് ശ്വാസം എടുക്കണ്ട, ഒറ്റ ശ്വാസത്തിലെല്ലാം പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പാടി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പം അത് പെട്ടെന്ന് പാടുമ്പോൾ അത്രയും നല്ല പ്രാക്ടീസാണ്. അതുകൊണ്ടാണ് സ്പീഡിൽ പാടിയെടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ പാടി നോക്കണേ. നമ്മളെ ചാനലിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോയിട്ട് പഠിക്കണേ. നമ്മളെ ചാനൽ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളെ നല്ല നല്ല കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താഴെ അതും കൂടെ ഇട്ടേക്കണേ, കമൻറ്റും കൂടെ ഇട്ടേക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നമുക്ക് വളരെ സാവധാനം ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ തിരക്കൊന്നും കൂട്ടണ്ട, പതുക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ശ്വാസം കുറച്ചുകൂടെ കൺട്രോൾ ചെയ്തിട്ട് പാടാനും പറ്റണം. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിനകത്ത് പഠിക്കും, ശ്വാസം കൺട്രോൾ ചെയ്ത് പാടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ശ്വാസം ഒന്ന് വലിച്ചു പിടിക്കണേ. സ രി 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 സ. നോക്കാം. സ രി 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 സ. 7 പ്രാവശ്യം നമ്മൾ രീ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി പാടണേ. ഇനി എല്ലാ സ്വരങ്ങളും നമ്മളങ്ങനെ 7 പ്രാവശ്യം വെച്ചിട്ട് പറയുന്നുണ്ട്. നോക്കാം. അടുത്തത് ഏതാണ്? ഗായാണ് 7 പ്രാവശ്യം പറയേണ്ടത്. നോക്കൂ.
sa re ga 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 re sa. ഓക്കെ, അടുത്തത് ഏതാണ്? മായാണ്. സ രി ഗ മ മ മ മ മ മ മ ഗ രി സ. റെഡി? അടുത്തത് ഏതാണ്? പ. പായാണ് 7 പ്രാവശ്യം പറയേണ്ടത് കേട്ടോ. സ രി ഗ മ പ പ പ പ പ പ പ മ ഗ രി സ. അടുത്തത് ധായാണ്. സ രി ഗ മ പ ധ ധ ധ ധ ധ ധ ധ പ മ ഗ രി സ. ഇനി നി. സ രി ഗ മ പ ധ നി 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 ധ പ മ ഗ രി സ. ഓക്കെ, അടുത്തത് സായാണ്. സ രി ഗ മ പ ധ നി സ സ സ സ സ സ സ നി ധ പ മ ഗ രി സ. ഇത്രയും നമ്മൾ ശ്വാസം കൂടി ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് പാടാൻ പഠിക്കണം കേട്ടോ. ഇനി അതിൻ്റെ കുറച്ച് സ്പീഡാക്കി നോക്കാം നമുക്ക്. ഈ സ്വരസ്ഥാനങ്ങളൊക്കെ പാടുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്വരങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ആദ്യം സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സ്വരസ്ഥാനങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. എന്നതിൻ്റെ ശേഷമാണ് ഇതൊക്കെ പഠിക്കേണ്ടത്. അത് മറന്നു പോകരുത്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് വീഡിയോസിൽ ഈ സ്വരസ്ഥാനങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് പഠിക്കണേ. ഓക്കെ, നമുക്ക് അതിൻ്റെ സ്പീഡ് നോക്കാം. സ രി 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 സ. സ രി ഗ ഗ ഗ ഗ ഗ ഗ ഗ രി സ. സ രി ഗ മ മ മ മ മ മ മ ഗ രി സ. സ രി ഗ മ പ പ പ പ പ പ പ മ ഗ രി സ. സ രി ഗ മ പ ധ ധ ധ ധ ധ ധ ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നി 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 ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നി സ സ സ സ സ സ സ നി ധ പ മ ഗ രി സ. ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് കേട്ട് പഠിക്കണം കേട്ടോ. ഇതേപോലെ സ്പീഡാക്കി നോക്കണം. എത്ര സ്വരങ്ങളുണ്ട് നോക്കിയിട്ട് അതുപോലെ തന്നെ പാടി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് പാടാൻ പറ്റും കേട്ടോ. നന്നായി പ്രാക്ടീസ് ചെയ്താൽ നന്നായിട്ട് പാടാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പ്രാക്ടീസ് സെഷൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണേ. അങ്ങനെ ഞാൻ പാടി തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പ്രാക്ടീസാണ്. പ്രാക്ടീസ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയാറുണ്ട്. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പാടാൻ പറ്റുള്ളൂ. പരമാവധി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ എന്താണ്, നമ്മൾ ഒരുപാട് ആളുകൾ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാനത് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ചിലർ പറയുന്നുണ്ട് വിളിച്ചാൽ എടുക്കുന്നില്ല, റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വിളിച്ചാൽ എനിക്ക് എടുക്കാൻ എന്താ പറ്റാത്തതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ ക്ലാസ്സിലായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴൊക്കെ ഇത് സൈലൻ്റ് ആയിരിക്കും ഫോൺ. അപ്പോൾ നമുക്ക് വിളിച്ചാലൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ക്ലാസ് ടൈമിൽ സൈലൻ്റ് ആയിരിക്കും ഫോണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാത്തത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. ചിലതൊക്കെ ഞാൻ എടുക്കാറുണ്ട്, പക്ഷേ കുറേയൊന്നും എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെയാണ് നമ്മൾ മിസ്സായി പോവുക. അത് നമ്മൾ കാണാതെ പോകുന്നതാണ്, താഴേക്ക് അങ്ങ് പോകും മെസ്സേജ്. അതുകൊണ്ടാണ് കാണാതെ പോകുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ റിപ്ലൈ തരാത്തത്. പരമാവധി ഞാൻ റിപ്ലൈ കൊടുക്കാൻ നോക്കാറുണ്ട്. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് എന്നും നമുക്ക് ഉണ്ടാവണം. നിങ്ങളെ സ്നേഹം എന്നും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.